അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. 6 ലക്ഷത്തിലധികം ആളുകളെ മഴ ബാധിച്ചതായാണ് റിപ്പോർട്ട് വരുന്നത്. മഴക്കെടുതിയിൽ അസമിൽ 45 പേരാണ് ഇതുവരെ മരിച്ചത്. ഗുജറാത്ത് ജുനഗഡിലെ 2 ദേശീയപാതകൾ അടച്ചു. വിനിത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുജറാത്തിൽ വലിയ രൂക്ഷമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. എന്തെല്ലാം വിവരങ്ങളാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നത്? സ്മിത, അടുത്ത ദിവസങ്ങളിൽ കൂടി ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. നിലവിൽ ഗുജറാത്തിലും ഒപ്പം തന്നെ അസമിലുമാണ് മഴ കൂടുതൽ ശക്തമാവുന്നത്. ഗുജറാത്തിലെ താഴ്ന്ന ഇടങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. 2 റോഡുകൾ, ദേശീയപാത അടക്കം 2 റോഡുകൾ അവിടെ അടച്ചിരിക്കുകയാണ്. ഈ വെള്ളപ്പൊക്കം തന്നെയാണ് കാരണം. ഒപ്പം തന്നെ ഈ അസമിലെയും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ്. 19 ജില്ലകളിലായി ഏതാണ്ട് നിരവധി ഗ്രാമങ്ങളെ ഈ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. 6 ലക്ഷത്തോളം ആളുകളെയാണ് ഈ മഴയും വെള്ളപ്പൊക്കവും ബാധിച്ചതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ മഴക്കെടുതിയിൽ 45 മരണവും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ റോഡുകളിലേക്കൊക്കെ, നിരത്തുകളിലേക്കൊക്കെ തന്നെ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ 40 km മുകളിലേക്ക് ഓവർ സ്പീഡ് എടുക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. കാരണം സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാണ്. ആളുകളും ഒപ്പം തന്നെ മൃഗങ്ങളും ഒക്കെ റോഡുകളിലേക്കൊക്കെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ സ്പീഡിലേക്ക് എത്തുകയാണെങ്കിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയന്ത്രണമടക്കം കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രഹ്മപുത്ര നദി കര കവിഞ്ഞ് ഒഴുകിയതാണ് ആ സമീപത്തേക്കുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കയറാൻ ഇടയാക്കിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി ചേർന്നത്. നമ്മുടെ പ്രൊഡ്യൂസർ സനൂപിന് ഒരു മെസ്സേജ് ഉണ്ട്. വിജയനാണ്. എന്താ പ്രൊഡ്യൂസർ, അല്ല നിങ്ങളുടെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മെസ്സേജ് വായിക്കരുതെന്ന്? അങ്ങനെ ഒരാളുടെ പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വാർത്ത വായിക്കാനുള്ള സമയത്ത് ആ വാർത്തകൾ പോകണം എന്ന ഒരു കൃത്യമായി വാർത്തകൾ കയറി പോകണം എന്നുള്ളത് കൊണ്ടാണ്. പ്രൊഡ്യൂസറുടെ തലയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളത്. നമ്മളിങ്ങനെ വായിച്ചു പോകുന്നു എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഒരു ഇഷ്ടക്കേടുമില്ല. നിങ്ങളുടെ മെസ്സേജസ് വായിക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ.